ലൈംഗികാരോപണ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ പാലക്കാട്ടെ ഫ്ളാറ്റിലെ കെയർടേക്കറിൽ നിന്ന് അന്വേഷണ സംഘം വിവരം ശേഖരിക്കുന്നു. ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്ത നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. രാഹുലിനെ കാണാതായ വ്യാഴാഴ്ചത്തെ ദൃശ്യങ്ങളാണ് DVRൽ നിന്ന് ഡിലീറ്റ് ചെയ്തത്. രാഹുൽ രക്ഷപ്പെട്ടത് ചുവന്ന പോളോ കാറിലെന്ന വിവരം പോലീസിന് ലഭിച്ചു. കാർ സിനിമാ താരത്തിൻ്റെതാണെന്ന സംശയവും പോലീസിനുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി യുവതി സമർപ്പിച്ച ശബ്ദരേഖയിലുള്ളത് രാഹുലിന്റെ സംഭാഷണം തന്നെയെന്ന് പ്രാഥമിക പരിശോധനാ റിപ്പോർട്ട് പുറത്തുവന്നു. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങളുമായി ചേരുന്നു. ജംഷീർ, ഏത് സിനിമാ താരത്തിൻ്റെതാണ് ഈ ചുവന്ന പോളോ കാർ? അജിംസ് ഇപ്പോൾ പുറത്തു വന്ന വിവരം അനുസരിച്ചാണ്, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചാണ് അത് ഒരു സിനിമാ താരത്തിന്റെ കാറാണ് എന്ന് സംശയം ഉണ്ടെന്നുള്ളത്. അത് സ്ഥിരീകരണം വന്നിട്ടില്ല. ഒരു ചുവന്ന പോളോ കാറാണ്, അത് സിനിമാ താരത്തിന്റെ കാറാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പക്ഷേ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണമൊന്നും അതിനകത്ത് വന്നിട്ടില്ല. ചില കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരമാണ് ഇത് സിനിമാ താരത്തിന്റെ കാറാണെന്നുള്ളത്. അത് ഏത് സിനിമാ താരമാണെന്ന് സംബന്ധിച്ചും ചില അഭ്യൂഹങ്ങൾ ഉണ്ടെന്നല്ലാതെ ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങളോ അല്ലെങ്കിൽ വിവരങ്ങളോ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ കെയർ ടേക്കറെ ഇപ്പോൾ ഈ ഫ്ളാറ്റിലേക്ക്, എനിക്ക് പ്രതി കാണുന്ന ഈ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുകയാണ് അന്വേഷണ സംഘം, SIT സംഘം. അവർ അല്പസമയത്തിനകം തന്നെ ഈ ഫ്ളാറ്റിലേക്ക് എത്തുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇവിടെ എത്തിയതിന് ശേഷമായിരിക്കും അദ്ദേഹത്തിൽ നിന്ന്, കെയർ ടേക്കറിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. കാരണം ഈ ഫ്ളാറ്റിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ യുവതി നൽകിയ അല്ലെങ്കിൽ അതിജീവിതം നൽകിയ മൊഴി പ്രകാരം മെയ് അവസാന വാരം ഈ ഫ്ളാറ്റിലെത്തിച്ച് പീഡിപ്പിച്ചു എന്ന ഒരു വലിയ ഒരു മൊഴി യുവതി അതിനകത്ത് നൽകിയിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ ഈ ഫ്ളാറ്റ് നടത്തിയ പരിശോധനയിൽ അന്നേ ദിവസത്തെ CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നില്ല. അതിന് കാരണം പറയുന്നത് ഈ ഫ്ളാറ്റിലെ CCTV ദൃശ്യത്തിന്റെ ബാക്കപ്പ് ഒരു മാസം മാത്രമായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ആ DVR അന്വേഷണ സംഘം കളക്ട് ചെയ്യുകയും അവിടെ പിന്നീട് പരിശോധിക്കുകയും ചെയ്തിരുന്നു. ആ പരിശോധനയിലാണ് ഈ കഴിഞ്ഞ വ്യാഴാഴ്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടുന്ന് പോയ സമയത്തുള്ള CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഡിലീറ്റ് ചെയ്തതായി കണ്ടെത്തിയിരിക്കുന്നത്. അത് കെയർ ടേക്കറുടെ സഹായത്തോടു കൂടി അദ്ദേഹത്തെ സ്വാധീനിച്ചുകൊണ്ട് ചെയ്തതാകാം എന്നുള്ളൊരു നിഗമനം അന്വേഷണ സംഘത്തിനുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അന്നത്തെ ആ സമയത്തുണ്ടായിരുന്ന കെയർ ടേക്കറെ ഇപ്പോൾ ഈ ഫ്ളാറ്റിലേക്ക് വീണ്ടും വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഇന്നലെ വന്ന സമയത്ത് ആ കെയർ ടേക്കർ ഇവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല ഇന്നലെ രാത്രിയോട് കൂടിയാണ് ആ ഭാഗം അല്ലെങ്കിൽ ആ CCTV ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്ത വിവരം അന്വേഷണ സംഘത്തിൽ ലഭിക്കുകയും ചെയ്തത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ രാവിലെയോട് കൂടി ആ കെയർ ടേക്കറെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അന്വേഷണ സംഘവും ഇങ്ങോട്ടേക്ക് എത്തും. അതിനുശേഷം അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കും എന്നുള്ളതാണ്. ഇന്നലെ ഇവിടെ വരികയും CCTV ദൃശ്യം പരിശോധിക്കും. അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയിരുന്ന സമയത്ത് MLAയുടെ പേഴ്സണൽ സ്റ്റാഫിന്റെയും അതോടൊപ്പം തന്നെ ഡ്രൈവറുടെയും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് MLA വാഹനം ഉപയോഗിച്ചൊരു ചുവന്ന പോളോ കാറിലായിരുന്നു അദ്ദേഹം ഇവിടെ നിന്ന് പോയത് എന്ന് സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചത്. പക്ഷേ ആ പോളോ കാർ ആരുതാണ് എന്നതോ അല്ലെങ്കിൽ എങ്ങോട്ടാണ് പോയത് സംബന്ധിച്ചോ ഒരു വിവരവും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നില്ല. ഇതിൽ നിന്ന് കൂടുതൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഔദ്യോഗികമായ സ്ഥിരീകരണം ഇല്ലെങ്കിൽ പോലും അതൊരു സിനിമാ താരത്തിന്റേതാണ് എന്ന വിവരത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. പരമാവധി ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായി വ്യാഴാഴ്ച വൈകുന്നേരം രാഹുൽ മാങ്കൂട്ടത്തിൽ വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ പോയ ഈ പാലക്കാട് നിന്ന് പോയി എന്ന് പറയപ്പെടുന്ന ആ പ്രദേശങ്ങളിലൂടെ ഈ ചുവപ്പ് പോളോ കാർ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുകയാണ്. അതിന് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ സഹായം തേടിയിട്ടുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ചാണ് ഇപ്പോൾ ഈ നഗരങ്ങളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ ശേഖരിക്കുന്നത്. ഈ നഗരങ്ങളിൽ നിന്ന് CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചതിൽ നിന്ന് മനസ്സിലാകുന്നത് അവിടെ പല ഇടങ്ങളിലും ഈ CCTV ഇല്ലാത്ത ഭാഗങ്ങളിലൂടെ ഈ കാർ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജില്ലാ അതിർത്തി പ്രദേശങ്ങളിൽ കടക്കാനിടയുള്ള ഭാഗങ്ങളിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലുള്ള CCTV ദൃശ്യങ്ങളും ഈ ട്രാഫിക്കിന്റെ ക്യാമറ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ ശേഖരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമം തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം നടത്തുന്നത്. പാലക്കാട് പോലീസിന്റെ സഹായത്തോടെ തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. വിവിധയിടങ്ങളിൽ പരിശോധന നടത്തും. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഉൾപ്പെടെ അന്വേഷണ സംഘം പോകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഈ അന്വേഷണ സംഘം ഈ ഫ്ളാറ്റിലേക്ക് എത്തും. അജിംസ്. ജംഷീർ, ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫ് ആണ്? അജിംസ്, തീർച്ചയായിട്ടും. അതായത് ഫോൺ അദ്ദേഹത്തിന്റെ കയ്യിൽ ഇല്ല എന്നുള്ളൊരു നിഗമനത്തിലാണ് അന്വേഷണ സംഘം വരുന്നത്. അന്വേഷണ സംഘം ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഔദ്യോഗികമായ സ്ഥിരീകരണമല്ല, നമുക്ക് അന്വേഷണ സംഘത്തിൽ നിന്ന് അനൌദ്യോഗികമായി ലഭിക്കുന്ന വിവരമാണ്. ഈ ഫോൺ മറ്റൊരിടത്താണ്. അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉള്ള അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ ഈ ഫോണില്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അദ്ദേഹം മറ്റൊരു സിം എടുത്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫോണിൽ നിന്നാവാം ഇപ്പോൾ വക്കീലിനെയോ അല്ലെങ്കിൽ മറ്റു നടപടികൾ കോടതി വ്യവഹാരങ്ങൾക്കൊക്കെ ബന്ധപ്പെടുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഫോണിൽ ബന്ധപ്പെടാൻ കഴിയാത്തത്. ഒരു സമയത്ത്
കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെയോട് കൂടി ഫോൺ സ്വിച്ച് ഓൺ ആകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് പെട്ടെന്ന് തന്നെ അത് കുറച്ച് സമയങ്ങൾക്കകം തന്നെ സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തിരുന്നത് കോൾ ഡൈവേർട്ടിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയോ ഒരു പക്ഷേ ഓണാക്കിയതാകാമെന്നുള്ളൊരു നിഗമനത്തിലാണ് അന്വേഷണ സംഘം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഫോൺ കേന്ദ്രീകരിച്ച് ഉള്ള അന്വേഷണം മുന്നോട്ട് പോയിട്ടില്ല. കാരണം ഈ ഫോണ് രാഹുലിന്റെ കൂടെ ഇല്ല എന്നുള്ളൊരു നിഗമനത്തിലാണ് അന്വേഷണ സംഘം ഉള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹം പോയ വഴികളിലൂടെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ട് ശേഖരിച്ചുകൊണ്ട് ഈ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. പാലക്കാട് നഗരത്തിലാണ് പാലക്കാട് നഗരം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ പാലക്കാടിന്റെ അതിർത്തി പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിലാണ് കൂടുതലായിട്ടും പരിശോധന നടക്കുന്നത്. അതോടൊപ്പം തന്നെ പാലക്കാടിന്റെ അതിർത്തി പ്രദേശമായ മറ്റു സംസ്ഥാനങ്ങളിലെ മറ്റു ഇടങ്ങളിലും ഇത്തരത്തിൽ കോയമ്പത്തൂർ ഉൾപ്പെടെയുള്ള ഇടങ്ങളിലും ഇത്തരത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ഈ ഭാഗങ്ങളിൽ തന്നെ ഉണ്ടാകാം എന്നുള്ളൊരു നിഗമനം അന്വേഷണ സംഘത്തിന് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ മറ്റിടങ്ങളിലും അന്വേഷണം നടക്കുന്നുണ്ട്. ഏതായാലും വ്യാപകമായിട്ടുള്ള അന്വേഷണം തന്നെയാണ് നടക്കുന്നത്. ഈ ഫോൺ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ ഇല്ല എന്നുള്ളൊരു നിഗമനത്തിനാണ് അന്വേഷണ സംഘം ഉള്ളത്. അത് മറ്റെവിടെയോ ആണ് ഉള്ളത് എന്നുള്ളതാണ്. മാത്രമല്ല നേരത്തെ തന്നെ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് ഈ അന്വേഷണ സംഘത്തെ വഴിതെറ്റിക്കാനുള്ള ശ്രമങ്ങൾ ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുള്ളതാണ്. കാരണം നേരത്തെ തിരുവനന്തപുരത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തി എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു. അത് തെറ്റാണെന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ പറയുന്നത്. മാത്രമല്ല അത് അന്വേഷണ സംഘത്തെ വഴിതെറ്റിക്കാൻ താൻ ഒളിവിലല്ല എന്ന തരത്തിൽ അന്വേഷണ സംഘത്തെ വഴിതെറ്റിക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് അന്വേഷണ സംഘം കാണുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ദിവസങ്ങളിൽ പോയി ഏത് വഴി പോയി ഈ കാർ എങ്ങനെ പോയി എന്ന സംബന്ധിച്ചുള്ള വഴികളിലൂടെ അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയാണ്. അവിടെ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. പ്രത്യേകിച്ച് ഈ ഡിജിറ്റൽ തെളിവുകൾ ഏറ്റവും അനിവാര്യമായ എന്ന രീതിയിലാണ് ഈ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുന്നത്. ഈ ഫ്ളാറ്റിൽ നിന്ന് അന്നത്തെ ദിവസത്തെ അതായത് ഈ പെൺകുട്ടി പീഡിപ്പിച്ചു എന്ന് പറയുന്ന അന്നത്തെ ദിവസത്തെ CCTV ദൃശ്യം കിട്ടിയിട്ടില്ല എങ്കിലും ഈ പരിസരത്തുള്ള CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ അന്നത്തെ ദിവസം ഈ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ എന്നുള്ള സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ ശേഖരിക്കുന്നുണ്ട്. കാരണം മറ്റന്നാളാണ് അദ്ദേഹത്തിന് ജാമ്യാപേക്ഷ രാഹുൽ മാങ്കൂട്ടത്തിന് സമർപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ജാമ്യം നൽകാതിരിക്കാൻ വേണ്ടിയുള്ള പരമാവധി തെളിവുകൾ ശേഖരിക്കാനുള്ള ഒരു കഠിന പ്രയത്നത്തിലാണ് അന്വേഷണ സംഘം ഉള്ളത്. അതിന്റെ ഭാഗമായാണ് ഈ അന്വേഷണങ്ങളൊക്കെ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്.